2026 ആഗസ്റ്റ് മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. കുടുംബത്തിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രമ്യതയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നു. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായാലും ഒന്നും അനുഭവിക്കാൻ ഉള്ള ഒരു യോഗമില്ലാത്ത ഒരു അവസ്ഥ ചിലർക്കുണ്ടായിരുന്നു. അതെല്ലാം മാറിക്കിട്ടും. അതുപോലെ തന്നെ ആ നിർഭാഗ്യം മാറിക്കിട്ടുന്നു, അനുഭവയോഗ്യം വരികയും ചെയ്യുന്നു. ധനനാശം, അതായത് പാഴ്ചെലവുകൾ ഉണ്ടായിരുന്നതെല്ലാം നികത്താൻ സാധിച്ചിരിക്കുന്നതിനാൽ അതെല്ലാം കണ്ടറിഞ്ഞ് മാറ്റാൻ സാധിക്കുന്ന നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നു. അതുപോലെ ശരീരത്തിലുള്ള ബലക്കുറവ് മാറിക്കിട്ടുന്നു, ആരോഗ്യം തൃപ്തികരമായി തന്നെ പോകുന്നു. ഏതെങ്കിലും തരത്തിൽ തൊലിപ്പുറത്തുള്ള അസുഖം ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ടുള്ള പാടുകളോ വടു അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയവും കൂടിയാണ്. തക്ക ചികിത്സ ചെയ്യുക. വിഷാംശമോ ഫുഡ് പോയിസൺ അങ്ങനെയൊക്കെ ആയിട്ടുള്ള വിഷമതകൾ, അതൊക്കെ വയറിൽ ചെന്നിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള വിഷമതകൾ, ശ്വാസം മുട്ടോ വയറിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നു. ഒരു ഉന്മേഷം വന്നു. വ്യക്തികൾക്കായിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ വ്യക്തികൾക്ക് പേര് ദോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നു. മറ്റ് അസുഖങ്ങളും ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. ശ്രമിക്കുകയാണെങ്കിൽ പല രീതിയിലും ധനലാഭം പ്രതീക്ഷിക്കാവുന്ന ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം കുറയാം. ദുർജന സംസർഗം മൂലം ഉണ്ടായ കഷ്ടനഷ്ടങ്ങൾ മാറിക്കിട്ടുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും കുറച്ച് പ്രതീക്ഷിക്കാവുന്നതാണ്. ചില പുരുഷന്മാർ നിമിത്തം സ്ത്രീകൾക്കും ചില സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും ഉണ്ടായിട്ടുള്ള ഉപദ്രവങ്ങൾ മാറിക്കിട്ടുന്നു. എന്നാലും സൂക്ഷിക്കുക. പങ്ക് കച്ചവടത്തിൽ ചതിയും വഞ്ചനയൊക്കെ നടക്കാൻ സാധ്യതയുള്ളതിനാൽ ഭയങ്കരമായ നഷ്ടം വന്നേക്കാം. വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. യാത്രാക്ലേശം അതുപോലെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി അവിട്ട നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. അതായത് 6 വയസ്സ് വരെയുള്ള അവിട്ടം നക്ഷത്രക്കാർക്ക് വിഷജന്തുക്കളിൽ നിന്നും വിഷവസ്തുക്കളിൽ നിന്നും ചില ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക. ചെറിയ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഈ പ്രായത്തിൽ ചില സമയങ്ങളിൽ അവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയ അസുഖങ്ങൾ ഉണ്ടെങ്കിലും ഈ പ്രായത്തിൽ തന്നെ അത് ചില ഗുരുതരമാകാൻ ഒരു സാധ്യതയുള്ളതിനാൽ ആരംഭത്തിൽ തന്നെ ഒരു വൈദ്യസഹായം തേടുന്നത് വളരെ നല്ലതായിരിക്കും. കുടുംബത്തിൽ ധനം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആയതിനാൽ നേരായ മാർഗത്തിൽ കൂടി ധനം സമ്പാദിക്കാൻ ശ്രമിക്കുക. അത് വളരെയധികം എളുപ്പമായിരിക്കുകയും ചെയ്യും. സന്തോഷകരമായ പലതും കുടുംബത്തിൽ നടക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് വിദ്യയ്ക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കുന്നു. പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നതിനും പുണ്യപ്പെട്ട ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനും ഒക്കെ, ദേവാലയങ്ങളിലെല്ലാം ദർശനം നടത്തുന്നതിനുള്ള ഭാഗ്യമുണ്ട്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ചിലർക്ക് അന്യദേശവാസമാണ് ഈ സമയം കാണുന്നത്. 6 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ള അവിട്ടം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ചില അവസരത്തിൽ സാമ്പത്തിക പ്രശ്നം വരാൻ, എല്ലാവർക്കും അല്ല ചിലർക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു വിധത്തിൽ നല്ല കാലമെന്നേ പറയാൻ സാധിക്കൂ. ഏതാണ്ട് ഒരുവിധം നല്ല സമയമാണത്. വിദ്യാഭ്യാസം തുടരുവാൻ സാധിക്കുന്നു. ചില അലർജികൾ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതുപോലെ ത്വക്കിന് അലർജി മൂലവും അല്ലാതെയും ഉള്ള പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നാട്ടിൽ നിന്നും അന്യനാട്ടിലേക്ക് പോകുന്നതിനും അവിടെ താമസിക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു യോഗം കാണുന്നുണ്ട് ഈ സമയം. അതുപോലെ ചതി, വഞ്ചന മുതലായവകളിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും മറ്റുമൊക്കെ സാധ്യതയുള്ളതിനാൽ ഈ കുട്ടിയും വീട്ടുകാരും വളരെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ധനം ആയിട്ടും സ്വർണമായിട്ടും മറ്റു വസ്തുവകളായിട്ടും ഒക്കെ ആർക്കും ഈ സമയം വീട്ടുകാരോ ഈ കുട്ടിയോ കടം കൊടുക്കരുത്. കാരണം അത് പണയം വയ്ക്കാനും അങ്ങനെയൊന്നും കൊടുക്കരുത്. തിരികെ ലഭിക്കുകയില്ല എന്നുള്ളതാണ് ഈ സമയം കാണുന്നത്. കൃഷിയിൽ നിന്നും പ്രതീക്ഷിച്ച വരുമാനം വളരെ കുറച്ച് മാത്രമേ ലഭിക്കുന്നുള്ളൂ. ആയതിനാൽ വളരെ ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസം കുഴപ്പമില്ലാതെ തുടരുന്നതിനും സാധ്യതയുണ്ട്. ഇഷ്ടവിഷയങ്ങൾ അവർക്ക് പഠിക്കുന്നതിനും സാധ്യതയുണ്ട്. കൃഷിഭൂമി ലഭിക്കുന്നതിനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ചിലർക്ക് ശരീരത്തിന് ബലക്ഷയം ഉണ്ടാകാം. ജ്വരം പോലുള്ള പനി വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നാലും ചികിത്സ നേടിയാൽ അത് മാറിക്കിട്ടുന്നതാണ്. അതുപോലെ പ്രേമമുള്ളവർക്ക് ഈ കാലം അനുയോജ്യമല്ല. പരാജയം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. 24 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള അവിട്ടം നക്ഷത്രക്കാർക്ക്
തൊഴിൽ സംബന്ധമായി പുരോഗതി പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥർക്കും മറ്റു തൊഴിൽ ചെയ്യുന്നവർക്കും വ്യവസായം, വ്യാപാരം എന്നിവ നടത്തുന്നവർക്കും ഏറെ ഗുണകരമായിട്ടുള്ള ഒരു സമയമാണ്. സാമ്പത്തിക ഗുണങ്ങൾ ധാരാളം പ്രതീക്ഷിക്കാം. അന്യ ആൾക്കാരിൽ നിന്നും അപ്രതീക്ഷിതമായി സഹായം ലഭിക്കാം. ഉദ്യോഗം ലഭിക്കുന്നതിന് അവർക്ക് ഉദ്യോഗം ലഭിക്കുന്നതിനും ഇനി ഉദ്യോഗം ലഭിച്ച ആൾക്കാർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. വിവാഹം കഴിക്കുവാനും സന്താന ഭാഗ്യം ഉണ്ടാകുവാനും ഈ സമയം യോഗം കാണുന്നു. ചിലർക്ക് ഇരട്ട കുട്ടികൾ ജനിക്കുന്നതിനും ഒരു യോഗം കാണുന്നു. ശത്രുക്കളുടെ ശല്യം ഇവിടെ ഉണ്ടാകാം. സർക്കാർ ഭാഗത്തു നിന്നും അധികാരികളിൽ നിന്നും ചില ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ വീട് വാങ്ങുന്നതിനും വാഹനം മുതലായവ വാങ്ങുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. മോഷ്ടാക്കളെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. വിലയേറിയ രേഖകൾ ഭദ്രമായി സൂക്ഷിക്കുക. ചൂതുകളി വഴിയും അമിതമായ ലോട്ടറി ടിക്കറ്റ് വാങ്ങുക വഴിയും മദ്യപാനം വഴിയും ചിലർ നശിക്കാനുള്ള സാധ്യത കാണുന്നതിനാൽ വളരെ ശ്രദ്ധിച്ചാൽ അത് ഒഴിവാക്കാൻ സാധിക്കും. കൃഷി മേഖലയിലുള്ളവർക്ക് ധനലാഭം പ്രതീക്ഷിക്കാം. 40 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള അവിട്ടം നക്ഷത്രക്കാർക്ക് സ്വന്തം നിലയ്ക്ക് ചേരാത്ത ആളുകളുമായി ഒരിക്കലും നിങ്ങൾ ഒരു വാക്ക് തർക്കത്തിനോ അങ്ങനെയുള്ള ഒന്നിനും നിങ്ങൾ ഏർപ്പെടരുത്. അത് വളരെയധികം ദോഷങ്ങൾ ഉണ്ടാക്കും. ചില അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വന്നേക്കാം. പ്രത്യേകിച്ചും നിങ്ങൾ ഈ കാര്യങ്ങൾക്കൊന്നും ചെയ്യാണ്ടിരുന്നാൽ മതി, അതിലൊന്നും സഹകരിക്കാണ്ടിരുന്നാൽ മതിയാകും. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോയി അവിടെ താമസിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. എന്നാലും സമ്പത്തും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നിലനിൽക്കുക തന്നെ ചെയ്യും. ചിലർക്ക് ചില രോഗങ്ങൾ വരാം. വാദം പോലുള്ള അസുഖം വരാം, ഉഷ്ണരോഗം വരാം, എന്നിവ വരാനൊരു സാധ്യതയുണ്ട്. കൂടാതെ പിത്തരസ സംബന്ധമായ ചില അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും വരാം. കൃഷിക്കാർക്ക് അധിക വരുമാനം ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്. മാതാപിതാക്കൾക്ക് ചില അനിഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നോ അധികാരികളിൽ നിന്നോ ചില അനിഷ്ടങ്ങൾ ഇവിടെ ഈ സമയത്ത് വന്നേക്കാം. ഐശ്വര്യം നിലനിർത്തുവാൻ വേണ്ടിയുള്ള പൂജകൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഈ സമയം അധ്വാനം ഏറിയിരിക്കും, എന്നാലും ധനപരമായിട്ടുള്ള കാര്യങ്ങൾ നിലനിർത്തുവാനായിട്ട് സാധിക്കും. 59 വയസ്സ് മുതൽ 76 വയസ്സ് വരെയുള്ള അവിട്ടം നക്ഷത്രക്കാർക്ക് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. മുൻകാലത്തെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാം, പുതിയ മിത്രങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വിദ്യയുടെ മാഹാത്മ്യം കൊണ്ട് എന്ത് തൊഴിലാണോ പഠിച്ചിരിക്കുന്നത് അതിന്റെ ഒരു മാഹാത്മ്യം കൊണ്ട് ധാരാളം ധനം സമ്പാദിക്കാൻ ഈ സമയത്തും അവർക്ക് സാധിക്കുന്നു. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു. മനസമാധാനവും ഐശ്വര്യവും ലഭിക്കുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങൾ മാറിക്കിട്ടുന്നു. ബുദ്ധിയുടെ ഗതി നേരെയാകുന്നു. നേർവഴിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നു. ഉത്തമമായ ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കാൻ ഇവിടെയും യോഗമുണ്ട്. വീട് നിർമ്മിച്ച് താമസിക്കുവാനോ വീട്ടിലേക്ക് ഉള്ള ഉപകരണങ്ങൾ വാങ്ങുവാനോ ഉള്ള സാധ്യത ഈ സമയം കാണുന്നുണ്ട്. ആരോഗ്യം ഒരുവിധം തൃപ്തികരമായിരിക്കും. ദാനധർമാദികൾ നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചിലർക്ക് അപൂർവമായി ചില പ്രത്യേകത പദവിയുള്ള ജോലി ലഭിക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. താൽക്കാലികമായിരിക്കും, 5 വർഷത്തേക്കൊക്കെ ആകാം. അധികാരമുള്ള ഒരു പദവിയായിരിക്കും ലഭിക്കുന്നത്. 76 വയസ്സിന് മുകളിലോട്ടുള്ള അവിട്ട നക്ഷത്രക്കാർക്ക് കഴിവതും തർക്കങ്ങൾ ഒഴിവാക്കുകയായിരിക്കും നല്ലത്. അതിൽ പങ്കെടുക്കരുത്. ഇവിടെ നിക്ഷേപങ്ങളിൽ നിന്നും നല്ല രീതിയിൽ ആദായം ലഭിച്ചു തുടങ്ങുന്ന ഒരു സമയമാണ്. ധനത്തിന് കുറവൊന്നും പ്രത്യേകിച്ച് വരുന്നില്ല. പക്ഷേ ചിലർക്ക് ചില തൽപര കക്ഷികളുമായി ചേർന്ന് ചതിയിലും വഞ്ചനയിലും അകപ്പെടാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലം വളരെ ശ്രദ്ധിച്ചാൽ മതിയാകും. ചില്ലറ ചില നഷ്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല. വാദപ്രതിവാദങ്ങൾക്ക് പങ്കാളിയാകരുത്. സർക്കാരിൽ നിന്നും നിങ്ങൾക്ക് ആദരവ് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ സമയം പുതിയതായി കേസുകൾക്ക് മുതിരരുത്. പരാജയം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് നിലവിലുള്ള കേസുകൾക്ക് വിജയം ലഭിക്കാം. ഇവിടെ പ്രവചിക്കപ്പെട്ടതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. അതുപോലെ ആദിത്യ ഗുരു യോഗം നടക്കുന്നതിനാൽ ഗുളികന്റെ സാന്നിധ്യം, ആദിത്യ ഗുരു ഗുളിക യോഗം, സൂര്യഭഗവാന്റെയും വ്യാഴന്റെയും ഗുളികൻ എന്ന മാന്നിയുടെയും യോഗം നടക്കുന്നതിനാൽ ഗുളികന്റെ സാന്നിധ്യം ആദ്യമൊക്കെ കുറെ തടസ്സങ്ങൾ ഉണ്ടാക്കുമെങ്കിലും ചിലർക്ക് വലിയ തടസ്സങ്ങൾ ഉണ്ടാകാം. എങ്കിലൂടെ അതിലൂടെ തന്നെ വൻ വിജയം നേടാനും സാധിക്കുന്നു. കാരണം ഗുരുവിന്റെ സാന്നിധ്യം
എല്ലാ ദോഷങ്ങളെയും ലഘൂകരിച്ച് രാജയോഗം നൽകുന്നതായിട്ടാണ് കാണുന്നത്. പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്നു. ശക്തമായ രാജയോഗം ചിലർക്ക് ലഭിക്കുന്നു. ധനവും പ്രശസ്തിയും ലഭിക്കുന്നു. ആത്മവിശ്വാസവും അറിവും ജ്ഞാനവും ലഭിക്കുന്നു. ആ യോഗമാണിത്. എന്നാൽ ചിലർക്ക് ഗുളികന്റെ സ്വാധീനത്തിൽപ്പെട്ട് വലിയുന്നത് മൂലം അവർക്ക് ഒരു അഹങ്കാരം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഈ സമയം അവർ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തെറ്റായിട്ട് വരാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ശുക്രകേതു യോഗം വരുന്നതിനാല് സുഖങ്ങളോടുള്ള ആർത്തി കുറയുന്നതിനും ആത്മീയ കാര്യങ്ങളിലും തത്വചിന്തയിലുമുള്ള താല്പര്യം വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ വരുന്നതിന് സാധ്യതയുണ്ട്. അത് ഏത് ബന്ധത്തിലായിരുന്നാലും ശരി, പങ്കാളിത്ത വ്യാപാരത്തിലായിരുന്നാലും, അതുപോലെ പ്രേമത്തിലായിരുന്നാലും, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലായിരുന്നാലും തെറ്റിദ്ധാരണകൾ ഉണ്ടായി എന്നേക്കുമായി പിരിഞ്ഞു പോകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ മാനസികമായി ഒരു ആശയക്കുഴപ്പം വരുന്നതിന് സാധ്യതയുണ്ട്. ആഡംബരം ജീവിതം നയിക്കണമെന്ന മനസ്സിന്റെ ആഗ്രഹം ഒരു വശത്തും, വേറൊരു വശത്ത് ഇത് ആഡംബരം നയിക്കേണ്ട ആത്മീയതയിലേക്കും തത്വചിന്തയാണ് നല്ലത് എന്ന് അങ്ങനെ മനസ്സിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു ആശയക്കുഴപ്പം വരാം. അത് മനോസംഘർഷത്തിന് ഇടയാക്കാം. ധനപരമായി ഒരു ചാഞ്ചാട്ടം വരുന്നതിന് സാധ്യതയുണ്ട്. ധാരാളം പണം നാനാ വഴികളിലൂടെയും വരുവാനൊരു സാധ്യതയുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ചിലവ് കൂടുന്നതിനും ഉള്ള സാധ്യത കാണുന്നതിനാല് അത് പാഴ്ചെലവുകളാണ് വരുന്നത്. അപ്പോൾ ഒരു സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് നല്ലതായിരിക്കും. സൃഷ്ടിപരമായ കഴിവുകൾ, അത് സൃഷ്ടിപരമായി നമുക്ക് എന്തെങ്കിലും കഴിവുകളൊക്കെ ഉള്ളവരാണെങ്കിൽ, കലാകാരന്മാരോ അഭിനേതാക്കളോ സാഹിത്യകാരന്മാരോ എന്ത് കലയോ ആകട്ടെ, അവർക്ക് വളരെ ഗുണപ്പെട്ട ഒരു സമയമാണ്. അതുപോലെ ചന്ദ്ര രാഹു യോഗം വരുന്നതിനാല് ഇതിനെ ഗ്രഹണ യോഗം എന്നാണ് പറയുന്നത്. അശുഭകരമായ ഈ യോഗം മനുഷ്യനെയും മനുഷ്യ ജീവിതത്തെയും തന്നെ വളരെയധികം സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു മോശപ്പെട്ട യോഗമാണ്. മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന, ഇത് ഡിപ്രഷൻ മുതലായ മനോവിചാരമുള്ളവർക്കാണെങ്കിൽ അവർക്കത് കൂടുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എല്ലാവർക്കുമല്ല, ചിലർക്കാണ് അത് കൂടേണ്ട ഒരു ദോഷം എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ആശയക്കുഴപ്പം വരാം. വ്യക്തമായി ഒരു തീരുമാനം ഒന്നിനും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വരുന്നത്. സംശയ സ്വഭാവം വരാം. അത് ചുറ്റുമുള്ള ആളുകളെ ഏത് നേരവും ഏതെങ്കിലും രീതിയിലൊക്കെ ഒരു സംശയങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ സാഹചര്യങ്ങളെയും അവർ സംശയിക്കും. അത് ഒരു വലിയൊരു ദോഷമാണ്. ഉറക്കക്കുറവ് വരാം ചിലർക്ക് വിഷാദ രോഗം വരാം, ചിലർക്ക് ദേഷ്യം കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഒക്കെ ഉള്ള കാര്യങ്ങൾക്ക് എന്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന ആഗസ്റ്റ് മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.